ഹലോ, എൻ്റെ പേര് ശ്രീഹരി. ഇപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മലയാള സിനിമ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം നിങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും ആ ഒരു വിഷയത്തെപ്പറ്റി. അതിനു മുമ്പ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തിയേറ്റർ ശൃംഖല ഏതാണെന്നറിയാവോ? PVR INOX. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ PVR INOX തിയേറ്ററുകൾ മലയാളം സിനിമകൾ അവരുടെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയില്ല എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല, നിലവിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന സിനിമകളും അതേ സിനിമകളുടെ ഡബ്ഡ് വേർഷനുകളും തിയേറ്ററുകളിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു. ഒരു പക്ഷെ കുറേ പേർക്കൊക്കെ ഈ ഒരു പ്രശ്നവും അതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് അറിയാൻ പാടില്ലായിരിക്കാം. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തെ പറ്റിയുള്ള കുറച്ച് വിവരവും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായി നടന്ന കുറച്ച് സംഭവങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. PVR അറിയാൻ മേലാത്തവർക്ക് അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഡെഫിനേഷൻ പറയാം. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന കമ്പനിയാണ് PVR. പ്രിയ വില്ലേജ് റോഡ് ഷോ എന്നാണ് PVRന്റെ ഫുൾ ഫോം. ഇന്ത്യയിലുടനീളം ഏകദേശം 1500 സ്ക്രീനുകൾ PVRക്ക് സ്വന്തമായിട്ടുണ്ട്. 1997 ഈ ഒരു മൾട്ടിപ്ലക്സ് ശൃംഖല എന്നുള്ളൊരു കൺസെപ്റ്റ് അവർ കൊണ്ടുവന്നത്. ശേഷം ഇതേ PVR ഐനോക്സുമായിട്ട് കൂടിച്ചേർന്ന് PVR INOX എന്നാണ് നിലവിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ സിനിമകൾ എങ്ങനെയാണ് തിയേറ്ററിൽ വർക്ക് ചെയ്യിക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ? ചിലപ്പോൾ അതിനുള്ള ഉത്തരം പല കാലഘട്ടങ്ങളിലും പല രീതികളിലായിരിക്കും പറയുന്നത്. ശരിക്കും ഇല്ലേ, പണ്ടൊക്കെ ഫിലിം പ്രൊഡ്യൂസേഴ്സ് ആ ഒരു ഫിലിം റീലില്ലേ നമ്മൾ റോളറായിട്ടൊക്കെ കാണുന്നത്, ആ ഒരു റോളർ തിയേറ്ററുകളിൽ എത്തിച്ചിട്ടായിരുന്നു പ്രദർശനം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു കാലത്ത് അത് പോസിബിൾ അല്ലല്ലോ. കാര്യം കുറേ സ്ക്രീനുകൾ വരികയും ഇത്തരത്തിൽ ഓരോ തിയേറ്ററുകളിലും ഇതേ ഫിലിം റോള് കൊടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നു. ഇപ്പം ഡിജിറ്റൽ കാലം വന്നതിന് ശേഷം കാര്യങ്ങൾ കുറച്ചും കൂടി ഡിജിറ്റലായിട്ടാണ് നടക്കുന്നത്. ഡിജിറ്റലി ഷൂട്ട് ചെയ്യുന്നു, ഡിജിറ്റലി കട്ട് ആൻഡ് പ്രോസസ്സ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡിജിറ്റലി പ്രദർശനവും ചെയ്യുന്നു. അത്തരത്തിൽ ഡിജിറ്റലി പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ടെക്നോളജി ആവശ്യമാണ്. നേരത്തെ ചെയ്തിരുന്നത് പോലെ വലിയ വലിയ ഫിലിം റോൾസ് കൊടുക്കുന്നതിന് പകരം അതൊരു ചെറിയ പെൻഡ്രൈവിലാക്കിയോ അല്ലെങ്കിൽ മറ്റു പല ഡിവൈസുകളിലുമായിട്ട് തിയേറ്ററുകളിൽ എത്തിച്ചു കഴിഞ്ഞാൽ അത് മൂവി പൈറസിക്ക് കാരണമാവും. എന്നാൽ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പവും അല്ലെങ്കിൽ സുതാര്യവുമാക്കണം. അത്തരമൊരു കൺസെപ്റ്റിന്റെ പുറത്താണ് ഇപ്പോൾ നിലനിൽക്കുന്ന തരത്തിലുള്ള ഡിജിറ്റൽ രീതികൾ കൊണ്ടുവന്നത്. നിലവിൽ കണ്ടന്റ് ഷെയറിംഗ് കമ്പനീസോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സിനെയോ നമുക്ക് ലഭ്യമാണ്. അവർ ഇത്തരത്തിലുള്ള പുതിയ പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് മൂവി പൈറസിക്ക് വഴി തെളിക്കാതെ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന സിനിമകൾ തിയേറ്ററുകൾക്ക് അയച്ചു കൊടുക്കും. ഇവ നല്ല രീതിയിൽ എൻക്രിപ്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിർമ്മിച്ചെടുക്കുന്ന ആ ഒരു ക്വാളിറ്റിയിൽ നിന്ന് ഒരു തെല്ല് പോലും വ്യത്യാസം ഉണ്ടായിരിക്കില്ല. ഇവ എങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നത്? അതിന് 3 രീതിയുണ്ട്. ഒന്നെങ്കിൽ ഇത് സാറ്റലൈറ്റ് ആയിട്ട് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സെർവർ ത്രൂ തിയേറ്ററുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുക്കും. ഇതല്ലെങ്കിൽ മൂന്നാമത്തെ രീതി, അത് ഹാർഡ് ഡിസ്കുകൾ തിയേറ്ററിൽ അയച്ചു കൊടുത്തിട്ടാണ്. പക്ഷേ ഇത്തരത്തിൽ അയച്ചു കൊടുത്താൽ പോലും അത് നമുക്ക് ആക്സസ് ചെയ്യണം അല്ലെങ്കിൽ യൂസ് ചെയ്യണമെങ്കിൽ ഒരു കീ ആവശ്യമാണ്. ആ ഒരു കീനെ അല്ലെങ്കിൽ പാസ്വേഡിനെ നമ്മൾ പറയുന്നത് കീ ഡെലിവറി മെസ്സേജ് എന്നാണ്. ഷോർട്ട് ഫോം ആയിട്ട് KDM എന്നും നമ്മൾ പറയും. ഇൻ കേസ് ആ ഒരു സെർവർ ബാക്കിയുള്ളവരിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതിലോട്ട് ആക്സസ് ചെയ്യുന്നതിന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കീസ് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഓരോ തവണ കീ യൂസ് ചെയ്തും ഒരു നിശ്ചിത ഡ്യൂറേഷനിൽ മാത്രമേ സിനിമ പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു കീ ഉപയോഗിച്ചുകൊണ്ട് ചിലപ്പം ഒരാഴ്ചയൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റൂ. ആ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ആ ഒരു കീ വാലിഡ് ആയിരിക്കില്ല. പിന്നീട് നമുക്കത് ഉപയോഗിക്കണമെങ്കിൽ ആ ഒരു കീ പുതുക്കേണ്ടി വരും. ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നിലവിൽ പറഞ്ഞിരിക്കുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്നൊരു ചാർജ് ഈടാക്കുന്നുമുണ്ട്. ആ ഒരു ചാർജ് ഓരോ സ്ക്രീനിങ് കഴിയുമ്പോൾ മാറുകയും ചെയ്യും. നിലവിലുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് ഈ ഒരു ചാർജിന് വേണ്ടിയിട്ട് നിർമ്മാതാക്കളുടെ പക്കൽ നിന്ന് വാങ്ങുന്നത് വളരെ വലിയൊരു തുകയാണ്. ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവരുടെ സ്വന്തം സംരംഭം എന്ന പോലെ ഒരു പുതിയ സർവീസ് പ്രൊവൈഡറിനെ ക്രിയേറ്റ് ചെയ്യുകയും ന്യായമായൊരു തുക കണ്ടന്റ് ഷെയറിങ്ങിന് വേണ്ടിയിട്ട് ഈടാക്കുകയും ചെയ്തു. ആ ഒരു സർവീസ് പ്രൊവൈഡറിന്റെ പേരാണ് PDC അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഡിജിറ്റൽ സിനിമ. കഴിഞ്ഞ 2 വർഷത്തോളമായി ഇത്തരത്തിലാണ് ചില തിയേറ്ററുകളിൽ സിനിമ എത്തുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ PVR INOXനെയും അപ്രോച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ PVRന് നിലവിൽ അവരുടെ സർവീസ് പ്രൊവൈഡറുമായിട്ട് ഒരു കോൺട്രാക്ട് നിലനിൽക്കുന്നുണ്ട്. മാളുകളിലാണല്ലോ മെയിനായിട്ട് ഈ ഒരു PVR പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ മാളുകളിൽ അവർ പറഞ്ഞിരിക്കുന്ന സർവീസ് പ്രൊവൈഡറുകളെ മാത്രമേ എടുക്കാവൂ എന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് സോണി, ക്യൂബ്, പിന്നെ UFO ഇതൊക്കെ. അതുകൊണ്ട് തന്നെ പുതിയ സർവീസ് പ്രൊവൈഡറായ PDCയുമായിട്ട് PVR INOXന് സർവീസ് പ്രൊവൈഡിങ് ആ ഒരു കോൺട്രാക്ട് വാങ്ങാൻ സാധിക്കുകയില്ല. ഇനി കാര്യത്തിലേക്ക് വരാം. നിലവിൽ PVR കൊച്ചിയിൽ പുതിയ 9 സ്ക്രീനുകൾ തുടങ്ങിയല്ലോ. ആ 9 തിയേറ്ററുകളിലും കോൺട്രാക്ട് ഇല്ലാത്തത് കൊണ്ട് മലയാള സിനിമ പ്രദർശിപ്പിക്കുന്നതിനായി സർവീസ് പ്രൊവൈഡർ കോൺട്രാക്ട് എടുക്കുവാൻ PDC ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഓൾറെഡി PVRന് നേരത്തെ പറഞ്ഞ ക്യൂബ്, UFO, സോണി അവരൊക്കെ ആയിട്ടൊരു കോൺട്രാക്ട് നിലനിൽക്കുന്നുണ്ടല്ലോ. PVRന് ഒരു കാര്യം അറിയാം. അതെന്താണെന്നോ?
PDC-യിലൂടെ മാത്രം മലയാള സിനിമയെ സോഴ്സ് ചെയ്യണമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് അവരെ നിർബന്ധിക്കാനാവില്ല. അതേസമയം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് പുതിയ സിനിമകളിൽ PDC ആയിരിക്കണം സിനിമകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്നും അതല്ല എങ്കിൽ ഞങ്ങൾക്കും മറ്റ് കമ്പനികൾക്കും ഇടയിൽ നിങ്ങൾക്കത് ഷെയർ ചെയ്യാമെന്നും. ഇപ്പൊ പറഞ്ഞ ഇത്രയും പ്രശ്നങ്ങളാണ് നിലവിൽ പറഞ്ഞ ഓരോ കോൺട്രവേഴ്സിക്കും കാരണം. അതിന്റെ ഭാഗമായിട്ട് നിലവിൽ PVR ഐനോക്സ് അവരുടെ എല്ലാ തിയേറ്ററുകളും ഏകദേശം 1500ഓളം തിയേറ്ററുകളിൽ നിന്ന് മലയാള സിനിമ പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുകയും മറ്റ് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്ത മലയാള സിനിമകളും അവർ പിൻവലിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, PVR ചെയ്ത് എത്രയോ മോശമായൊരു നീക്കോ അല്ലെങ്കിൽ തീരുമാനമാണെന്ന്. കാരണം എന്താ, കേവലം 9 തിയേറ്ററുകളിൽ വന്ന പ്രശ്നങ്ങൾ കൊണ്ട് അവർ 1500ഓളം തിയേറ്ററുകളിൽ നിന്ന് മലയാള സിനിമേനെ പിൻവലിക്കുകയാണ് ചെയ്തത്. ശരിക്കും മലയാള സിനിമ എടുത്തു മാറ്റേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കേസ് മാത്രമായിരുന്നു അത്. പക്ഷെ അതിന് പകരം അവരെടുത്തൊരു സഡൻ റിയാക്ഷനാണ് നിലവിലെ ഇപ്പോഴത്തെ കോൺട്രവേഴ്സികൾക്കെല്ലാം കാരണം. അവർക്കെതിരെ വന്നൊരു പ്രശ്നം അല്ലെങ്കിൽ തീരുമാനം ഇത്തരത്തിലാണ് തിരിച്ചടിക്കേണ്ടതെന്നാണ് അവരുടെ ഒരു വാദം. സ്വാഭാവികമായും ഒരു ലീഡിങ് ശൃംഖല ആയതുകൊണ്ട് തന്നെ അവരുടേതായ ഒരു മോണോപ്പൊളി കാണിക്കണമല്ലോ, അത് തന്നെയാണ് അവരിവിടെ കാണിച്ചതും. ഇതിനെതിരെയാണ് മലയാള സിനിമയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും, കുറേ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ, ആ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒന്നിച്ചെതിരെ പോരാടിയത്. ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ ഒരു പ്രശ്നം നിലവിൽ കോംപ്രമൈസ് ആയി എന്നതാണ്. PVR സിനിമാസ് മെയിനായിട്ട് പ്രവർത്തിക്കുന്ന ലുലു മാളിൻ്റെ ചെയർമാൻ യൂസഫ് അലി സാറ് അദ്ദേഹം ഇവർക്ക് മധ്യസ്ഥരായി നിന്ന് സംസാരിച്ച് ആ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം നിലവിലൊരു സൊല്യൂഷൻ വന്നിരിക്കുകയാണ്. അതായത് മലയാള സിനിമകൾ ഇനി തൊട്ട് PVRകളിൽ പ്രദർശിപ്പിക്കും എന്നുള്ളത്. ഇനി കോമൺ ആയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി? PVRയുടെ ഭാഗത്താണോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്താണോ? ചെറിയൊരു വർത്തമാനം ഉണ്ടായപ്പോൾ തന്നെ നമ്മളുടെ സിനിമകൾ PVRൽ നിന്ന് ബാൻ ചെയ്യാൻ കാണിച്ചത് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയോട് കാണിച്ചൊരു തെറ്റല്ലേ? അത് സ്വാഭാവികമായും നമ്മുടെ ഇൻഡസ്ട്രി ഒരു ചെറിയൊരു ഇൻഡസ്ട്രി ആണ് എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ്. ഇതൊരു പക്ഷെ മറ്റൊരു ഭാഷയിലാണ് നടന്നിരുന്നെങ്കിലോ, ഇത് തമിഴ് ഇൻഡസ്ട്രിയുടെ എതിരെയാണ് നടന്നിരുന്നെങ്കിലോ, അല്ലെങ്കിൽ തെലുഗു ഇൻഡസ്ട്രിയുടെ എതിരെയാണ് നടന്നിരുന്നെങ്കിലോ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുമായിരുന്നോ? ഒരുപക്ഷെ മറ്റ് ഭാഷകളിലായിരുന്നുവെങ്കിൽ PVRലേക്ക് പോകാതെ തന്നെ ബോയ്ക്കോട്ട് ചെയ്യുമെന്ന് അവർക്കറിയാം. ഈ ഒരു പ്രശ്നം സോൾവ് ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് സോൾവ് ആകാതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പ്രധാനമായും മാളുകളിലാണ് PVR അതിൻ്റെ പ്രവർത്തനം നടത്തുന്നത്. 1500ഓളം സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കുന്ന മലയാളം സിനിമകൾ, അത് എത്രത്തോളം ഷോകൾ വരുമെന്ന് നമുക്കറിയാം. PVR പോലത്തെ തിയേറ്ററുകൾ എയിം ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസിനെ തന്നെയാണ്. ഇത് കൂടാതെ തന്നെ സിനിമകൾ കാണാൻ പോകുമ്പോൾ അതിൻ്റെ കംഫർട്ട് അനുസരിച്ചും അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായ സൗകര്യങ്ങൾ അനുസരിച്ചും തിയേറ്ററുകൾ സെലക്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. വീക്കെൻഡിൽ കറങ്ങാനിറങ്ങുന്ന ഫാമിലി അവർ സിനിമ കാണുവാനായിട്ട് ഭൂരിഭാഗം ആൾക്കാരും മാളുകളിലോട്ടാണ് പോകുന്നത്. അത്തരത്തിൽ അവർ സിനിമ കാണാൻ പോകുന്ന സമയത്ത് മലയാളം സിനിമ ഇല്ല എങ്കിൽ ചിലപ്പോൾ അവർ സിനിമ കാണാതെ തന്നെ തിരിച്ചു പോരും. അത്തരത്തിലുള്ള ആൾക്കാർ മലയാള സിനിമ കാണാതെ വരികയും മറ്റു പല ഭാഷകളിലെ സിനിമകളിലോട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും. ഓവറോൾ സിനിമ ഇൻഡസ്ട്രി നമുക്ക് രക്ഷപ്പെടണമെന്നാണ് ആഗ്രഹമെങ്കിൽ പോലും മലയാള സിനിമകളോടുള്ള താല്പര്യം അവർക്ക് പൊതുവേ കുറഞ്ഞു വരും. അതും ഇവർ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫാമിലി ഓഡിയൻസിനെയും കൂടി ആയതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ സോഷ്യൽ കൾച്ചറൽ ഭാഗമായിട്ടും മലയാള സിനിമകൾ അവരിലേക്ക് കൂടുതൽ എത്താതെ പോകും. ഇത് സിനിമ അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഇതൊക്കെയാണ് നടക്കാൻ പോകുന്നത്. ഇനി ഇതിനൊക്കെ പുറമെ ആർക്കാണ് ഇവിടെ നഷ്ടം വരുന്നത്? അത് സിനിമാ പ്രവർത്തകർക്ക് മാത്രമല്ല, നമ്മളെപ്പോലെയുള്ള ഒട്ടനവധി സിനിമാ പ്രേമികൾക്കും കൂടിയാണ്. ഫാമിലിയോടൊപ്പം നല്ലൊരു സിനിമ നല്ല തിയേറ്ററിൽ പോയി തന്നെ ആസ്വദിക്കുക, അത് എത്രയോ പേര് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അതിനൊക്കെ ഒരു തടസ്സം വീഴുകയല്ല അപ്പോൾ ചെയ്യുന്നത്. ഇതിനെതിരെയും കൂടെയാണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചത്. കാര്യം പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് കിട്ടിയതൊരു കോർപ്പറേറ്റ് ലെവൽ തിരിച്ചടിയായിരുന്നു. പക്ഷെ അവരത് വിവേകപൂർവ്വം തന്നെ സോൾവ് ചെയ്യുകയും ചെയ്തു. തിരിച്ചടിക്കാൻ പറ്റിയില്ലെങ്കിലും അടിമകളാവാൻ ഞങ്ങളില്ല എന്ന് തന്നെയാണ് മലയാള സിനിമ കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തെപ്പറ്റി ഏറെക്കുറെ ധാരണകളും അതിൻ്റെ പുറകിലുണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസും നിലവിലത്തെ സ്ഥിതിയും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വിഷയത്തെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.